താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മതമതിലുകൾക്കപ്പുറം സ്നേഹത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. നോമ്പുതുറയൊരുക്കി ഷിമ്മി മാതൃകയായി. കാലടി ടൗൺ ജുമാ മസ്ജിദിൽ പതിവ് തെറ്റാതെ മുസ്ലിം സഹോദരങ്ങൾക്കായി നോമ്പ് തുറയൊരുക്കി ഷിമ്മി വീണ്ടും മാതൃകയാകുന്നു. പരസ്പര വിദ്വേഷവും മതസ്പർദ്ധയും പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഇത്തരം നേർക്കാഴ്ചകൾ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പകരന്തിയോളം പാടുപെടുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യമാർക്കും അവർക്ക് വലിയ പ്രതിഫലം. കേരളത്തിൽ ഇത്തരം സാഹോദര്യങ്ങളും മതത്തിനതീതമായ കൂടിച്ചേരലുകളും പുതുമയുള്ള കാര്യമല്ല. എങ്കിലും വിദ്വേഷം പടരുന്ന ഈ കാലത്ത് നമ്മുടെ നാടിന്റെ നന്മ നിറഞ്ഞ ഇത്തരം യഥാർത്ഥ സ്റ്റോറികൾ പുറം ലോകം അറിയേണ്ടതുണ്ടെന്ന് ഷിമ്മി പറയുന്നു. ഞാൻ ഡോക്ടർ മാഹിൻ അഹമ്മദ്, കാലടി ടൗൺ ജുമാ മസ്ജിദിലെ ഖത്തീബാണ്. ലോകത്ത് മുസ്ലിം മതവിശ്വാസികളെല്ലാം, ലോകത്ത് ഇസ്ലാം മതവിശ്വാസികളെല്ലാം പരിശുദ്ധ റമദാനിൻ്റെ ഒരു ആത്മീയ സന്തോഷത്തിലും ഒരു ആത്മീയ ആചാരങ്ങളിലുമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും നോമ്പിൻ്റെ ഒരു ഭൗതികമായ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഫാസ്റ്റിംഗ്, പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും നോമ്പിലാണ്. അതും അനദർ കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഫാസ്റ്റിംഗ് പൂർണ്ണമായും ഈ പകൽ സമയങ്ങൾ മുഴുവൻ ഭക്ഷണം, മറ്റു വൈകാരിക ഉയർച്ച താഴ്ചകൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഉയർന്ന ആത്മീയ മാനസികാവസ്ഥയിലേക്ക് ഉയരാനുള്ള ഒരു പരിശീലനം എന്ന നിലക്കാണ്. യഥാർത്ഥത്തിൽ നോമ്പ് ഒരു ഭക്ഷണ സമൃദ്ധിയുടെ കാലമല്ല. ഭക്ഷണം എത്ര ഉണ്ടെങ്കിലും അതില്ലാതെ ഇരുന്നു കൊണ്ട് ഇല്ലായ്മയുള്ളവരുടെ ഇല്ലായ്മയെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു റിയലൈസേഷനാണ്. മനുഷ്യനെ തിരിച്ചറിയാത്തിടത്ത് എവിടെയാണ് ആത്മീയതയ്ക്ക് സ്ഥാനം ഉണ്ടാവുക? ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പക്ഷേ വിശപ്പിൻ്റെ വേദന എന്തെന്ന് അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ നിർബന്ധമായി ഫാസ്റ്റിംഗ് നമ്മൾ ആചരിക്കണം എന്നൊരു വിശ്വാസിയോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആകുമ്പോൾ വയറ്റിൽ നിന്ന് ഒരു വല്ലാത്ത കത്തൽ അനുഭവപ്പെടും. അപ്പോൾ നാളെ ഒരാൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവനത് മനസ്സിലാകും. പണ്ട് കഴിഞ്ഞ മാസം ഞാൻ അനുഭവിച്ച ആ കത്തലാണല്ലോ അവനും അനുഭവിക്കുന്നത്. അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരു മനുഷ്യജീവൻ അവന് വേണ്ടത് നൽകണം എന്ന ആ ഒരു ഉയർന്ന ബോധത്തിലേക്ക് ഉയരാനാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആചാരങ്ങളും ഇത്തരം മതപരമായ അനുഷ്ഠാനങ്ങളും ആയി മാറേണ്ടത്. അത്തരത്തിൽ എല്ലാവർക്കും ഒരു നല്ല നോമ്പുകാലം, അത്തരത്തിൽ ആത്മീയമായ എല്ലാ വിശുദ്ധിയും നേടുന്ന നല്ല ഒരു നോമ്പുകാലത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും, രാജ്യത്തെ, ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ. ലോകത്തെ എല്ലായിടത്തും ശാന്തിയും സമാധാനവും സ്വസ്ഥതയുള്ള ജീവിതവും എല്ലാ മനുഷ്യർക്കും സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.